ജയിച്ചാൽ ആവേശപ്പെടുകയും തോറ്റാൽ നിരാശ കൊണ്ട് പണി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ സഹാക്കൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതലുള്ളത് കൊടുത്ത പത്രത്തിൽ. ഞങ്ങൾക്കൊരാശ്വാസമുണ്ട്, ഉപ്പായിട്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല. എത്രയാളുണ്ട്? മുഖ്യമന്ത്രി കുപ്പായം ഇട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ ഒരു 5-6 എണ്ണമുണ്ട്. ഞങ്ങൾ നടത്തുന്ന ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയെ തന്നെ പാർട്ടി വിരുദ്ധമാക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചില നിലപാടുകളും നടപടികളും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിനെ തിരിച്ചറിയാൻ ഈ പാർട്ടിക്കാവും. നിങ്ങളിത് പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂടി വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരൊറ്റ ഒന്നൊഴിയാതെ. നേതാവാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ധരിക്കേണ്ട ജനങ്ങളാണ്. ജനങ്ങളുടെ പാർട്ടിയായി ഈ പാർട്ടി. CPIMൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കൊല്ലത്തെ വിഭാഗത്തെ സംബന്ധിച്ചും പിന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ MV ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. വളരെ രസകരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ആദ്യമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽക്കുന്നത്, അവസാനമായിട്ടുമല്ല. തോറ്റതുകൊണ്ട് അവിടെ വെച്ച് അവസാനിച്ച് നിർത്തിയിട്ട് പോകാനുള്ള പാർട്ടിയല്ല CPM എന്ന് വ്യക്തമായിട്ട് അവിടെ ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇലക്ഷനിൽ നമ്മൾ തോറ്റു. നമ്മൾ തോക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പരിമിതി എന്താണെന്നുള്ളത് അന്ന് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ ഭയപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ഉള്ളിലുള്ള സ്പിരിറ്റ്. അതാ കാര്യം. കാരണം നമുക്കവിടെ ഗവൺമെൻറ് രൂപീകരിക്കാനൊന്നും സാധിക്കുന്നില്ല. നമുക്ക് 55 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇപ്രാവശ്യം. അപ്പോൾ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിനല്ലേ പിന്നെയും സാധിക്കുക എന്നൊരു മനസ്സ് കേരളത്തിലുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതി. അത് വെച്ചിട്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയോടുകൂടി ജമാഅത്തെ ഇസ്ലാമും SDPIയും ലീഗും കോൺഗ്രസും എല്ലാം ചേർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെടുത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴവിൽ സഖ്യം അതിതിൻ്റെ ഭാഗമാണ്. എന്നാൽ കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രം അങ്ങോട്ട് മാറും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണക്ക് കൃത്യമായി കൂട്ടിയത്, ഞങ്ങളെല്ലാം കണക്ക് കൂട്ടിയതാണ്. 123 മണ്ഡലമായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത്. 19 123 മണ്ഡലത്തിൽ UDFനായിരുന്നു ഭൂരിപക്ഷം. അവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ 75% ഞങ്ങൾ ജയിച്ചത്. അതിനുശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 99 സീറ്റ്. എവിടെ നിന്ന് 123? ഇപ്പോൾ സതീശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാൻ പോവുകയാണെന്ന്. മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരാശ്വാസമുണ്ട്, കുപ്പായിട്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല. എത്രയാളുണ്ട്? മുഖ്യമന്ത്രി കുപ്പായം ഇട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ ഒരു 5-6 എണ്ണമുണ്ട്. ഇതിനിടെ ശശി തരൂർ പറഞ്ഞു, ഞാൻ ആ കുപ്പായം ഇടണമെന്ന് ആലോചിച്ചാണ്, ഇട്ടിട്ടില്ല, കാര്യമില്ല എന്ന് തോന്നുന്നു. ആരാ പറയുന്നത്? ശശി തരൂർ. ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് VD സതീശൻ. ആ കുപ്പായം തെറ്റിയാണ്. അത് ഒരിക്കലും വിടൂല എന്ന് പറയുന്ന ആളാണ് സുധാകരൻ. അങ്ങനെ നിങ്ങൾ രണ്ടാളും അത് ഇടണ്ടെന്ന് പറയുന്ന ആളാണ് KC വേണുഗോപാലൻ, ഒപ്പം മുരളീധരൻ. പിന്നെ പണ്ടേ ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഇപ്പോഴെന്നെ തഴഞ്ഞതാണ് എന്ന് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. എത്രയാളായി? മുഖ്യമന്ത്രി ശശി തരൂരിനെ വിട്ടെ ബാക്കി എത്രയായി? ഒരു 5 ആളെങ്കിൽ ഇപ്പോഴും തന്നെയുണ്ട്. മുരളിയുണ്ട് കേട്ടോ, K മുരളീധരൻ. ഇവരെല്ലാം കൂടി കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ. ഇപ്പോൾ പുനഃസംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തല്ല് തീരാൻ പോകുന്നില്ല. സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കാൻ അതിശക്തിയായ രീതിയിൽ നീക്കി നടക്കാൻ ഞാൻ വിടുന്ന പ്രശ്നമില്ല എന്ന് സുധാകരൻ. ആരുടെ? എനിക്കെതിരായിട്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരൻ പറയും ഞങ്ങളുണ്ട്, അതുപോലെ തന്നെ VD സതീശനുണ്ട്, എല്ലാ സെറ്റും ഉണ്ട്. ഇവിടെ നടക്കാൻ പോകുന്നില്ല. MK രാഘവനെതിരായിട്ട് തെരുവിൽ യുദ്ധമാണ് പയ്യന്നൂർ. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. അതൊരു ജോലി കൊടുത്ത പ്രശ്നം വെച്ചിട്ടാണ്. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം വരുമ്പോൾ എന്തായിരിക്കും ചിത്രം?
മാനം മര്യാദക്ക് ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പ്രതിപക്ഷം ഓരോ ഘട്ടത്തിലും പറഞ്ഞത് എന്താ? ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല, ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. കാരണം വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടുണ്ട്. ആ വോട്ട് നിങ്ങൾ ഒന്നും കൂടി വാങ്ങിയാൽ മൂന്നാമത്തെ പ്രാവശ്യവും നിങ്ങൾ വരും. അതുകൊണ്ട് അനുവദിക്കില്ല. മാധ്യമങ്ങളും അത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, 123 സീറ്റുള്ളപ്പോൾ ഞങ്ങൾ 99 സീറ്റ് നേടിയിട്ടുണ്ട്. ഇനിയിപ്പോഴും 111 സീറ്റേ ഉള്ളൂ ഇപ്രാവശ്യം. 2024 തെരഞ്ഞെടുപ്പിൽ 111 സീറ്റാണ് നിങ്ങൾക്ക് ഭൂരിപക്ഷം. അപ്പോൾ ഞാൻ 99 സീറ്റിൻ്റെ അപ്പുറം കടന്ന് 100-ലധികം സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമത്തെ ടേമിലേക്ക് വരുന്ന കാഴ്ച ഈ കേരളത്തിൽ വേണം. അതിന് കരുത്തുറ്റൊരു പാർട്ടി വേണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതിശക്തിയായ ഒരു ഇടതുപക്ഷ മുന്നണി വേണം. അതാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും അല്ലുന്നില്ലും ചർച്ച ചെയ്യാൻ നിങ്ങൾ ധരിക്കണ്ട. ഇതാ ചർച്ച. ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ടേക്ക് നയിക്കുക, മൂന്നാമത്തെ ടേമിലേക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. ലോകത്തോട് മത്സരിക്കുന്ന ഒരു ജനതയെ ഈ കേരളത്തിൽ വളർത്തിയെടുക്കുക. ആ കാഴ്ചപ്പാട് വെച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനെ അടിമുടി ശക്തിപ്പെടുത്തണം. ഞങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാത്ത കർശനമായ നിലപാടും നടപടിയും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വാർത്തയാക്കൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങളതൊന്നും മൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ്റെ ഭാഗമായി പാർട്ടി ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ അവിഭാജ്യ ഘടകമാണത്. ഒരു മാസത്തേക്ക്, ഒരു കൊല്ലത്തേക്കുള്ള നിലപാടല്ല, ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. നമുക്കറിയാം, മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതെല്ലാം കാണുകയും കേൾക്കുകയും അതിൻ്റെ ഭാഗവാക്കാവുകയും ചെയ്യുന്ന പാർട്ടി കേഡർമാർ ഉൾപ്പെടെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അരിച്ചരിച്ച് കയറാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണങ്ങളുണ്ട്. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണത പണത്തോടുള്ള ആർത്തി. ആ പാർട്ടിയോടുള്ള ആർത്തിയെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് തന്നെ പറഞ്ഞു, തിരുത്തണം. ഏതെങ്കിലും കേഡർമാർ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടോ എങ്കിൽ തിരുത്തിക്കണം. ജനങ്ങൾ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഒന്ന്, മെറിറ്റ്. എൻ്റെ ഒപ്പം നിൽക്കുന്നു, അപ്പുറം നിൽക്കുന്നു, ഇപ്പുറം നിൽക്കുന്നു, ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. കഴിഞ്ഞ ഭൂതകാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ശരിയായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒപ്പം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മെറിറ്റ്. രണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഉദാത്തമായ നിലപാട്. ഈ രണ്ടുമല്ലാതെ മറ്റൊന്നും ഒരു തരത്തിലും മാനദണ്ഡമാവരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ടിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാവണം. ഒന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന രീതിയിൽ. ഇതിനടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടി ശക്തിപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജീർണതയെല്ലാം കുടഞ്ഞു കളയേണ്ടി വരും. കുടഞ്ഞു കളയുമ്പോൾ ചില വാർത്ത വരും. പക്ഷേ പാർട്ടിയുടെ ആരോഗ്യം ശക്തിപ്പെടും. ആരെങ്കിലും പേര് നടപടിയെടുത്താൽ ആ നടപടിയുടെ ഭാഗമായിട്ട് പാർട്ടി അങ്ങനെ എന്തോ ആയിപ്പോകുന്നൊരു തെറ്റിദ്ധാരണയുള്ള പാർട്ടിയല്ല ഈ പാർട്ടി. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും. തെറ്റായ നിലപാടിനെ ഈ പാർട്ടി അതിശക്തിയായിട്ട് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. ശരിക്കു വേണ്ടിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയ ഉടനീളം, ഈ പാർട്ടിയുടെ ജീവിതത്തിലുടനീളം ആ പ്രക്രിയ തുടരും. ഞങ്ങൾ നടത്തുന്ന ഈ തെറ്റുതിരുത്തൽ പ്രക്രിയയെ തന്നെ പാർട്ടി വിരുദ്ധമാക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചില നിലപാടുകളും നടപടികളും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിനെ തിരിച്ചറിയാൻ ഈ പാർട്ടിക്കാവും. നിങ്ങളിത് പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂടി വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.
ഉണ്ടായ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരൊറ്റ ഒന്നൊഴിയാതെ. ഇനിയും ഇടപെടും. പാർട്ടി അടിമുടി ഇടപെടും. തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് പൊറിപ്പിക്കില്ല. ആ രീതിയിൽ പാർട്ടി ജീർണതയുടെ ഒപ്പമല്ല, ജീർണത പൂർണ്ണമായിട്ടില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോരാട്ട വീതിയിലാണ് ഈ പാർട്ടിയുള്ളത്. അത് തന്നെയാണ് ഇവിടെ കരുനാഗപ്പള്ളിയിലും ഉണ്ടായത്. കരുനാഗപ്പള്ളിയിലുണ്ടായ സംഭവങ്ങളെ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള ഒരാളെയും ഉൾപ്പെടുത്താതെ ഈ ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള കേഡർമാരെ വെച്ച് ഞങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയത്. അവിടെയുള്ള ആരെയും എടുത്തിട്ടില്ല. ഇന്ന് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അവിടെയുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടില്ല. സമ്മേളനം നടക്കുന്ന സമ്മേളനം നടക്കുന്ന കേന്ദ്രം തന്നെയാണിത്. ഒരാളെയും എടുത്തിട്ടില്ല. നേതാവാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ധരിക്കേണ്ട ജനങ്ങളാണ്. ജനങ്ങളുടെ പാർട്ടിയായി ഈ പാർട്ടി. ജനങ്ങളുടെ താല്പര്യമാണ് ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുക. ഈ പാർട്ടിയെ ശരിയായ ദിശയിലേക്ക് നയിച്ചത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം ഈ പാർട്ടി മുമ്പോട്ടേക്ക് പോകും. ശരിയായ ദിശാബോധത്തോടുകൂടി ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കും. തെറ്റായ പ്രവണതയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂടിവെക്കില്ല. ഓരോന്നും കൃത്യമായിട്ട് തിരുത്തിക്കൽ പ്രക്രിയയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ നിങ്ങൾ എത്രത്തോളം മുമ്പോട്ടേക്ക് വന്നാലും നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല. ഇപ്രാവശ്യം ഇവിടെ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ ചരിത്രത്തിലൊരു പുതിയ അധ്യായമായിരിക്കും. കാരണം കുറേ കാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ പാർട്ടി വിഭാഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ടേക്ക് പോയത്. അതിൻ്റെ നല്ല ക്ഷീണം അനുഭവിച്ച പാർട്ടിയാണ് CPIM കേരളത്തിൽ. അത് പൂർണ്ണമായിട്ട് ഒഴിവായി വിഭാഗീയമായ ചേരിതിരിവില്ലാതെ അങ്ങിങ്ങായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി അപ്പപ്പോൾ തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനം അത് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം. പിണറായി പറഞ്ഞ ഒരു 20 വർഷം കഴിയുമ്പോൾ ലോകോത്തരമായ രീതിയിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ കേൾപ്പുള്ള 10,000-കണക്കിന് കേഡർമാരെ രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായി, പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ തോറ്റിട്ടുണ്ട്. തോറ്റാൽ അപ്പോൾ ക്ഷീണം, ജയിച്ചാലോ ഭയങ്കര ആവേശം. ജയിച്ചാൽ ആവേശപ്പെടുകയും തോറ്റാൽ നിരാശ കൊണ്ട് പണി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ സഹാക്കൾ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റ ചരിത്രമാണ് ഏറ്റവും കൂടുതലുള്ളത് കൊടുത്ത പത്രത്തിൽ.